തൃശൂർ പൂരം പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിന് ശേഷം മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും കെ രാജനും സംസാരിക്കുന്നു. തത്സമയം 4-ാം തീയതിക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായാലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, ബോർഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പൂരം എന്നുള്ളതൊരു വലിയ വികാരമാണ്. അപ്പോൾ അതിന് തടസ്സപ്പെടുത്തുന്ന യാതൊരു രീതിയിലുള്ള ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ടാകില്ല. എന്തായാലും ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്യും. കോടതിയുടെ വിധി അന്തിമമാണ്. അപ്പോൾ ആ വിധി വരും എന്നുള്ളത് കണ്ടുകൊണ്ട് തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യവും കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകും. അപ്പോൾ തൃശ്ശൂർ പൂരം എല്ലാ അർത്ഥത്തിലും വിജയിപ്പിക്കും, ഒരു സംശയമില്ല. ആരൊക്കെ ആശങ്ക പ്രകടിപ്പിച്ചാലും ആശങ്ക എല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഗവൺമെൻറ്റിന് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ തൃശ്ശൂർ പൂരം ഗംഭീര വിജയത്തിലെത്തി. ഗവൺമെന്റിന്റെ ഒരു അഭിപ്രായം എന്താണ്? വാടക അതിപ്പോൾ പറയുന്നില്ല, അത് കോടതിയുടെ പരിധികളിൽ നിൽക്കുന്ന കാര്യമാണ്. അത് ആലോചിച്ചിട്ട് പറയേണ്ട കാര്യമാണ്. 2 ദിവസങ്ങൾ അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടില്ലല്ലോ കേട്ടോ. കൊച്ചിൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട കാര്യം ദേവസ്വം ബോർഡിനോട് ചോദിക്കുക. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂരം നടത്താനുള്ള തടസ്സങ്ങളെല്ലാം നിൽക്കുക എന്നുള്ളതാണ്. അതൊക്കെ അവരുമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ 2 കോടി 20 ലക്ഷം ചോദിച്ചു, അത് അത്രയും കൊടുക്കാൻ പറ്റില്ല, പൂരം അവതാളത്തിലാകുമെന്ന് ദേവസ്വങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ പശ്ചാത്തലത്തിലാണല്ലോ ഇന്നത്തെ മീറ്റിംഗിൽ ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള തീരുമാനമായിട്ടില്ല. ദേവസ്വം ബോർഡുകൾ 2 ബോർഡുകളെയും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗവൺമെന്റിനെ കൊണ്ട് കഴിയാവുന്ന എന്തെല്ലാം ചെയ്യാൻ കഴിയും അതിന് മാക്സിമം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പം അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഗവൺമെൻറ് ഉദ്ദേശം. ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഈ ഒരു വാടക വിഷയത്തിൽ സർക്കാർ എന്തായിരിക്കും ഹൈക്കോടതിയിൽ പറയാം? അതിപ്പോൾ കോടതിയാണല്ലോ ഇങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, സൊമോട്ടോ കേസെടുത്താണ് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പ്രപ്പോസൽ കൊടുത്തിരിക്കുന്നത്. ആ പ്രപ്പോസലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കമാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ നമ്മുടെ പാറമേക്കാവ്, തിരുവമ്പാടി, അതുപോലെ തന്നെ എക്സിബിഷൻ കമ്മിറ്റിയും തമ്മിലുള്ളത്. ആ തർക്കം പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് ഗവൺമെൻറ് ഭാഗത്തുണ്ടാകുക. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞല്ലോ, ഇതിൽ ഞാൻ ഇടയങ്ങേറി ഇടപെടുകയല്ല, വളരെ ക്ലിയറാണ്. ഇതിൽ ധാരണക്കുറവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകേണ്ട കാര്യമില്ല. കൊച്ചിൻ ദേവസ്വം ബോർഡ് പറഞ്ഞതും പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വം ബോർഡുകൾക്ക് പറയാനുള്ളതും വളരെ ഡീറ്റെയിൽ ആയി തന്നെ ചർച്ച ചെയ്തു. ചർച്ചയുടെ ഒരു ആകത്തുക തൃശ്ശൂർ പൂരം അതിഗംഭീരമായി നടക്കും, അതിലൊരു തടസ്സവും ഉണ്ടാകില്ല. ആ പൂരം നടത്താൻ തടസ്സമില്ലാത്ത വിധത്തിലുള്ള ഒരു സമീപനം കേരളത്തിലെ ഗവൺമെൻറ് എടുക്കും. അത്രേ ആ കാര്യത്തിൽ പറയാൻ പറ്റുള്ളൂ. രൂപ എത്ര, പൈസ എത്ര എന്നൊന്നും ഇപ്പോൾ നമുക്ക് നിശ്ചയിക്കാവുന്നതല്ല, കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു പ്രശ്നമാണ്. 2 നമ്മുടെ തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വം ബോർഡുകളുടെ പൂർണ്ണമായ അഭിപ്രായം ഞങ്ങൾ കേട്ടു. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അഭിപ്രായം കേട്ടു. സർക്കാർ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങളെ കണ്ട് പൂരം നടത്താൻ എല്ലാവർക്കും കഴിയും വിധം ഒരു നിലപാടെടുക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു അമിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാക്കും. അതനുസരിച്ച് പൂരം ഗംഭീരമായി നടത്തും. അതിലൊരു പ്രയാസവും ഉണ്ടാകില്ല. അതിന് ഇത്ര പൈസ, ഇത്ര രൂപ എന്ന കാര്യത്തിലൊന്നും ഇപ്പം തീരുമാനം പറയാൻ പറ്റില്ല. അതെ, അതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 4-നാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. സാധാരണ നിലയ്ക്ക് 29-ാം തീയതി മുതൽ അനൗൺസ് ചെയ്യേണ്ടതാണ്. ഒരു 4 ദിവസം കൂടി വൈകും. കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു കാര്യത്തിൽ കോടതിയോട് സമ്മതം ചോദിക്കാതെയും കോടതിയുടെ നിരീക്ഷണം കാണാതെയും ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് ഗുണകരമായിരിക്കില്ല, പ്രത്യേകിച്ച് സർക്കാർ ഇടപെടുന്ന സാഹചര്യത്തിൽ. സർക്കാർ ഇടപെട്ടിട്ടുണ്ട്. പൂരം ഉണ്ടാകില്ല എന്ന് പേടിക്കുന്ന അല്ലെങ്കിൽ അത്തരം ആശങ്കയുണ്ടായിരുന്ന ജനങ്ങളോട് എല്ലാവരും കൂടി, ഞങ്ങളെല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ, മന്ത്രിമാരുണ്ട്, MP ഉണ്ട്, MLA ഉണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അംഗങ്ങളുണ്ട്, 2 ദേവസ്വത്തിൻ്റെയും ഭാരവാഹികളുണ്ട്. ഞങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നു, ഏത് സാഹചര്യത്തിലും അതിഗംഭീരമായി പൂരം നടത്തും. അതിന് ബന്ധപ്പെട്ടവർക്ക് കഴിയാവുന്ന വിധത്തിലുള്ള ഒരു സമീപനമായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. വാടക തർക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൂരം പ്രതിസന്ധിയിലാകുമോ എന്നുള്ള ആശങ്കയ്ക്കിടെ സർക്കാർ വിളിച്ചു ചേർത്ത യോഗം അതിലിപ്പോൾ അന്തിമ തീരുമാനം എന്തായാലും ആയിട്ടില്ല. തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആവശ്യം യോഗത്തിൽ മന്ത്രിമാർ കേട്ടിട്ടുണ്ട്. സർക്കാർ തലത്തിൽ കൂടിയാലോചിച്ച് തീരുമാനം ഉടൻ എടുക്കും എന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. സുഗമമായി തന്നെ പൂരം നടത്തും, പൂരം വലിയ രീതിയിൽ വിജയിപ്പിക്കുകയും ചെയ്യും. അതിനെ തടസ്സപ്പെടുന്ന തരത്തിലുള്ള യാതൊരു ഇടപെടലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾക്ക് ശേഷമേ അക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കാൻ കഴിയൂ എന്ന നിലപാടാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്.